ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ വാട്ട് ഈറ്റ് ഇൻ മൈ ഡേ എന്ന് ചെറിയൊരു കുട്ടി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചു കണ്ടിട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മോർണിംഗ് തന്നെ രാവിലെ എണീച്ചിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടേജാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നല്ല രസമല്ലേ രാവിലെ തന്നെ ഈ തണുത്ത ക്ലൈമറ്റിൽ ഈ തെങ്ങിൻ്റെ ഈ കാടൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതൊക്കെ ആസ്വദിച്ചിരിക്കുക കേട്ടോ. ഞാൻ രാവിലെ എന്നും എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ കുടിക്കും കേട്ടോ. അതിന് ശേഷം ഹോർലിക്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സൊക്കെ കഴിക്കും കേട്ടോ. നട്ട്സൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അടുത്ത ഫുഡ് കഴിക്കുന്നത്. അതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിച്ചിട്ട് നേരെ ഞാൻ ഏത്തപ്പഴം കഴിച്ചു കേട്ടോ. പുഴുങ്ങിയ ഏത്തപ്പഴമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് കുറച്ച് നേരം നടക്കാനിറങ്ങി. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് പേരയ്ക്ക ഗൈസ്. ഞാൻ കണ്ടുടഞ്ഞ അപ്പം തന്നെ അത് പറിച്ചു. അധികം പഴുത്തിട്ടൊന്നുമില്ല, പക്ഷേ ഈ ഒരു ലെവലിൽ കഴിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമാണോ? ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അത് കണ്ട ഉടനെ വേഗം പറിച്ച് അപ്പോൾ രാവിലെ അതും കഴിച്ചു. പിന്നെ മാമയുടെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാമയുടെ കുട്ടികളും ചേർന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് ചില്ലായിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇത് വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാട്ടോ. അവനിങ്ങനെ തക്കം കിട്ടി അപ്പോൾ ഓടും. അപ്പോൾ പിന്നാലെ പിടിക്കാൻ ഒരാൾ വേണം. അത് ആളെ പിടിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ മാമയുടെ കുട്ടികളും ആ കൊച്ചും കൂടിയായിട്ട് ഫുള്ളിങ്ങനെ കളിയായിരുന്നു. നല്ല രസമാണ്. ആ ക്യാമറ കണ്ടതും ചേച്ചിമാരെ കണ്ട അതിൻ്റെ ഒരു നാണാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ക്യാമറ കണ്ടപ്പോൾ ആൾ സൈലൻ്റായി. അത് നല്ല ചിരി, അതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. രാവിലെ ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ. പിന്നെ ഇടനേരത്ത് എനിക്ക് പൂരി കഴിക്കാൻ കൊതിയായിട്ട് പൂരിയും ഗ്രീൻ പീസ് കറിയും കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചോറും ചിക്കൻ കറിയും. പിന്നെ ഈവനിങ് സ്നാക്സായിട്ട് ചിപ്സും ഈ പൊക്കവടയും കഴിച്ചു. പിന്നെ നൈറ്റ് ഇഡലിയും ചിക്കൻ കറിയും. അപ്പോൾ ഓക്കെ, ബൈ.